നമസ്തേ. ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് ആളുകൾ നല്ല നല്ല കമൻസ് ചോദിക്കുന്നുണ്ട്. അവരുടെ പേഴ്സണൽ ജാതകങ്ങളാണ് അധികവും. അല്ലാതെയുള്ള സംശയങ്ങളൊക്കെ വളരെ പേഴ്സണൽ ജാതകങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ എന്താ പറഞ്ഞാൽ ഒരു ഗ്രഹത്തെക്കുറിച്ച് മാത്രം ചോദിക്കും. പൊതുവേ അങ്ങനെ ഫലം പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഒരു ഗ്രഹത്തിൻ്റെ ഒരു ഭാവത്തിൻ്റെയോ ഫലം പറയണമെങ്കിൽ ഭാവം, ഭാവാധിപൻ, ഭാവകാരകൻ മൂന്നും പറയണം. ലഗ്നബലം എത്രയുണ്ടെന്ന് അറിയണം. ദശ ഏതാണെന്ന് അറിയണം. ഈ മിനിമം ഒരു 5-6 കാര്യങ്ങളെങ്കിലും ലിങ്ക് ചെയ്തുകൊണ്ടാണ് ഫലം പറയുക. ഒരിക്കലും ഒരു കാര്യത്തിൽ ഒറ്റ വാക്കിൽ ഉത്തരം കൊടുക്കുന്നത് ജ്യോതിഷത്തിൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പലതും ഞാൻ ചിലപ്പോൾ കാണും, പക്ഷേ നമുക്ക് പറയാൻ പറ്റാതാണ്. എന്തായാലും നമ്മുടെ രോഹിത് നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. മൗഢ്യം, ഗ്രഹണം, ഗ്രഹദൃഷ്ടി, അതുപോലെ ദശകളെക്കുറിച്ച് 1 മുതൽ 12 ഭാവങ്ങളെക്കുറിച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിൽ മൗഢ്യത്തെക്കുറിച്ചും ഗ്രഹണം എന്ന് പറയുന്ന പ്രധാനമായിട്ടും മൗഢ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രഹമൗഢ്യം ഒരു പ്രധാന വിഷയമാണ്. ഒരു ഗ്രഹം എങ്ങനെ മൗഢ്യമാവുന്നത് നമുക്ക് നോക്കാം. ഗ്രഹത്തിന് പാപയോഗം വരുന്നതാണ് ഗ്രഹണം. അതായത് ഗ്രഹണമെന്ന് പറയുന്നത് രാഹുവും കേതുവുമായിട്ട് ഇവർ രണ്ടുപേരും അവയോഗമായിട്ട് സഞ്ചരിക്കുമ്പോൾ റിവേഴ്സിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ് രാഹുകേതുക്കൾ. അതേസമയം മറ്റ് ഗ്രഹങ്ങളൊക്കെ ഫോർവേഡ് ബയസിലാണ്. അപ്പോൾ റിവേഴ്സ് ബയസും ഫോർവേഡ് ബയസും വരുന്നതുകൊണ്ടാണ് എല്ലാം ഗ്രഹണമായി പോകുന്നത്. അത് നമുക്ക് പിന്നെ പറയാം. എന്തായാലും മൗഢ്യം എന്ന് പറയുന്നത് സൂര്യനുമായിട്ട് ഗ്രഹങ്ങൾ ചേരുന്നതാണ്. അപ്പോൾ സൂര്യൻ നമ്മുടെ ആകാശചക്രത്തിലെ പ്രകാശഗ്രഹങ്ങളിലെ 1-ാം നമ്പറാണ്. 2 പ്രകാശഗ്രഹങ്ങളാണ്, ഒന്ന് സൂര്യൻ, ഒന്ന് ചന്ദ്രൻ. അതിൽ ചന്ദ്രൻ സൂര്യപ്രകാശത്തെ എടുത്ത് നമുക്ക് തരുന്നു എന്നേ ഉള്ളൂ. പ്രധാനമായിട്ടും സൂര്യൻ തന്നെയാണ് നമ്മുടെ പ്രധാന പ്രകാശഗ്രഹം എന്ന് പറയുന്നത്, പ്രധാനമായ പ്രകാശഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ആ സൂര്യൻ മൗഢ്യം ചെയ്യിക്കുന്ന ഗ്രഹമാണ്. ആ സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ അടുത്ത് മറ്റ് ഗ്രഹങ്ങൾ, അത് പ്രത്യേകിച്ചും മറ്റ് രാഹുകേതുക്കൾ ഒഴികെയുള്ള മറ്റ് ഗ്രഹങ്ങൾ വരുമ്പോഴാണ് മൗഢ്യം എന്ന് പറയുന്നത്. അതായത് അവർക്ക് അവരുടെ പ്രവൃത്തി നിന്നുപോകും, അവരുടെ പ്രകാശത്തിന് ഫലമില്ലാതെ പോകും. എങ്ങനെയാണ്? നമ്മൾ നല്ല ഉച്ച സമയത്ത് നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് ബൾബ് ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും അല്ലെങ്കിൽ ലൈറ്റ് അടിക്കുക, ബൾബിട്, വണ്ടിയുടെ ലൈറ്റ് ഒന്നും നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം ആ പ്രകാശം, പ്രധാന പ്രകാശം, സൂര്യൻ്റെ പ്രകാശം നിൽക്കുന്ന സമയത്ത് ടോർച്ച് അടിച്ചാലും ഫലം കാണില്ല. ടോർച്ച് എപ്പോഴടിച്ചാലേ ഫലം ഉണ്ടാവുക? ഇരുട്ടത്തടിക്കണം അല്ലേ? അല്ല, ഇരുട്ടിലടിക്കുമ്പോഴാണ് ടോർച്ചിന് ഫലം വരുന്നത്. അതുപോലെയാണ് മൗഢ്യം. സൂര്യൻ്റെ അടുത്ത് ചെന്ന് മറ്റൊരു ഗ്രഹത്തിൻ്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ നോക്കിയാൽ സാധിക്കില്ല. സൂര്യൻ അതിനെ ഇല്ലാതാക്കി കളയും. അതിനെയാണ് മൗഢ്യം എന്ന് പറയുന്നത്. ആ ഗ്രഹത്തിൻ്റെ പ്രവൃത്തികൾ നിന്നുപോകും. സൂര്യനുമായി അടുക്കുന്ന ഓരോരോ ഗ്രഹത്തിനും, അതായത് അവർ വ്യത്യസ്തമായ ഓർബിറ്റുകളിലാണ്. ഭൂമിയുടെ ഇന്നർ ഓർബിറ്റും ഉണ്ട്, ഔട്ടർ ഓർബിറ്റും ഉണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്ത വേഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രഹങ്ങളുടെ വേഗത്തിനും ദൂരത്തിനും അനുസരിച്ച് മൗഢ്യത്തിലും വ്യത്യാസമുണ്ട്. ഒരേപോലെയല്ല. ഓരോ ഗ്രഹത്തിനെയും പറയാം നമുക്ക്. ഇന്നർ ഓർബിറ്റിൽ വരിക ബുധൻ, ശുക്രൻ എന്ന് പറയുന്ന 2 ഗ്രഹങ്ങളാണ് അല്ലേ? ബുധൻ 13 ഡിഗ്രി, പല അഭിപ്രായമുണ്ട്, പക്ഷെ ഏകദേശം 13 ഡിഗ്രിയാണ് കൂടുതൽ ആളുകൾ പറയും. 13 ഡിഗ്രിയിലാണ് മൗഢ്യം വരും. ശുക്രൻ 9 ഡിഗ്രിയിലേ മൗഢ്യം വരും. ശുക്രൻ്റെ പ്രകാശം 9 ഡിഗ്രിക്ക് ഉള്ളിൽ വന്നാൽ, സൂര്യനുമായിട്ട് 13 ഡിഗ്രി വരുമ്പോൾ ബുധന് മൗഢ്യം വരും. സൂര്യൻ്റെ അടുത്താണ് ബുധനും ശുക്രനും കൂടുക. പക്ഷേ ഈ ബുധന് ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ, ബുധൻ എപ്പോഴും മൗഢ്യം വലിയ കാര്യമായിട്ട് കണക്കാക്കേണ്ടാത്ത ഗ്രഹമാണ്. പല കാരണങ്ങളുണ്ട് അതിന്. കാര്യം സൂര്യൻ്റെ ഏറ്റവും അടുത്ത് എപ്പോഴും മൗഢ്യമായിരിക്കും. മൗഢ്യമില്ലാത്ത ഒരു മാസം എന്ന് പറയുന്നത് 3-4 ദിവസങ്ങളാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ ബുധന് മൗഢ്യം അത്ര വലിയൊരു സബ്ജക്റ്റ് അല്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. പക്ഷേ ശുക്രന് മൗഢ്യം വരുന്ന 9 ഡിഗ്രി വരുമ്പോഴാണ്. സൂര്യനുമായിട്ട് 9 ഡിഗ്രി അപ്പുറോ ഇപ്പുറോ വരുന്ന സമയത്തൊക്കെ ശുക്രൻ മൗഢ്യമായിരിക്കും. ബുധൻ 13 ഡിഗ്രി, ശുക്രൻ 9 ഡിഗ്രി. പിന്നെ ഭൂമിയാണ്. പിന്നെ ചൊവ്വ, ഗുരു, ശനി, ഈ ഗ്രഹങ്ങളാണ് അല്ലേ? ചൊവ്വയ്ക്ക് 17 ഡിഗ്രിയാണ്. 17 ഡിഗ്രി സൂര്യനുമായിട്ട് അടുത്ത് വരുന്നത് ചൊവ്വയ്ക്ക് മൗഢ്യം തരും. അതുപോലെ ഗുരുവിന് 11 ഡിഗ്രി അടുത്ത് വന്നു കഴിഞ്ഞാൽ, സൂര്യനുമായിട്ട് 11 ഡിഗ്രി അടുത്ത് വന്നു കഴിഞ്ഞാൽ മൗഢ്യമായിരിക്കും. അതുപോലെ തന്നെ ശനി 15 ഡിഗ്രിയുടെ അടുപ്പം വന്നു കഴിഞ്ഞാൽ
മൗഢ്യമായിരിക്കും. ഇതിന് ഓരോ മൗഢ്യത്തിനും പലതരം രൂപമാണ്. സൂര്യന് ശക്തമായ ബലം തരുന്ന, സൂര്യന് എന്താ പറയുക, ഗുണം തരുന്ന മൗഢ്യങ്ങൾ എപ്പോഴും ഗുരുവിൻ്റെയോ ശുക്രൻ്റെയോ മൗഢ്യങ്ങളാണ്. ഗുരുവുമായിട്ടും ശുക്രനുമായിട്ടൊക്കെ സൂര്യൻ മൗഢ്യം ചെയ്യുന്നത് ശിവരാജയോഗം എന്ന് പറയും. ഗുരുവുമായിട്ട് ചെയ്യുന്നത്, ശുക്രനുമായിട്ടും മൗഢ്യം ചെയ്യുന്നത്, ബുധനുമായിട്ടും മൗഢ്യം ചെയ്യുന്നതൊക്കെ സൂര്യന് നല്ലതാണ്. അതേസമയം ശനിയുമായിട്ടും ചൊവ്വയുമായിട്ടും മൗഢ്യം ചെയ്യുന്നത് സൂര്യന് ദോഷമാണ്. ശനി സൂര്യബന്ധം വരുന്നത് പിതൃപുത്ര, അതായത് വന്ന് അങ്ങനെ ദശകൾ നടന്നാൽ സൂര്യനും ശനിയുമായിട്ട് ഏറ്റവും കൂടുതൽ മുജ്ജന്മ വൈരികളാണ് അവർ. സൂര്യനും ശനിയും ഒന്നിച്ചു നിൽക്കുകയോ സൂര്യനെ ശനി നോക്കുകയോ ഒക്കെ ചെയ്ത് സൂര്യൻ്റെയോ ശനിയുടെയോ ദശകൾ വന്ന് ലഗ്നത്തിനും ബലമില്ലാതെ 9ാം ഭാവാധിപനും ഒക്കെ ബലമില്ലാതെ നിൽക്കുകയാണെങ്കിൽ പിതാവും പുത്രനും തമ്മിൽ ഒരിക്കലും യോജിക്കില്ല. സൂര്യശനി ബന്ധം വന്ന് ദശ നടന്നു നിൽക്കുക, സൂര്യദശ അഷ്ടമത്തിൽ നിന്നു, എല്ലാം കൂടി ചേരണം. കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ. 9ാം ഭാവാധിപൻ കിടണം, ഭാവം കിടണം, ഭാവകാരകനായ സൂര്യന് ശനി ബന്ധം വരണം, എന്നാലെയാണ് പിതാവിനെ ബാധിക്കുക. അപ്പം പിതാവിനെ ബാധിക്കും. പിതാവിൻ്റേതായിട്ടുള്ള ക്വാളിറ്റീസ് ചെയ്യാൻ പറ്റാതെ വരും. അത് ഓരോന്നും കിടുന്നതിനനുസരിച്ചാണ്. അപ്പം സൂര്യൻ മാത്രമേ കിട്ടിട്ടുള്ളൂ, ഭാവവും നന്നായിട്ടുണ്ട്, ഭാവാധിപനും നന്നായിട്ടുണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ പിതാവ് വിദേശത്ത് ഇരുന്നിട്ട് സമ്പത്ത് ഉണ്ടാക്കിയിട്ട് കുട്ടികളെ നോക്കാൻ വേണ്ടി അപ്പോൾ എപ്പോഴെങ്കിലും പിതാവുമായിട്ട് ബന്ധം വരും. പക്ഷെ പിതാവ് നഷ്ടപ്പെടില്ല. പക്ഷെ ഭാവവും പോയി, കാരകനും പോയി എന്ന് വയ്ക്കുക. അപ്പോൾ കുറച്ചും കൂടി, അതായത് പൂർണ്ണമായിട്ട് പിതാവ് വിദേശത്തും ആണെന്ന് മാത്രമല്ല, ഇതല്ലാതെ കുട്ടികളുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാതെയായിരിക്കും ഉണ്ടാവുക. ഇത് മൂന്നും കെട്ട പിതാവില്ല, പിതാവായിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ സൂര്യശനി ബന്ധം എന്ന് പറയുന്ന മൗഢ്യം വളരെ മോശമാണ്. അത് ഇത് മൂന്നും കൂടി ചേരണം. സൂര്യശനി ബന്ധം മാത്രം ജാതകത്തിൽ കണ്ടു ഇത് ദോഷമാണല്ലോ എന്ന് വിചാരിക്കരുത്. സൂര്യശനി ബന്ധം വരുന്ന സമയത്ത് തന്നെ 9ാം ഭാവവും ഭാവാധിപനും കെട്ടുപോകണം. ഇത് കാരകൻ മാത്രമാണ് സൂര്യൻ. ഭാവവും ഭാവാധിപനും കെട്ടുപോയാലാണ് ദോഷം പൂർണ്ണമായിട്ട്. അതുപോലെ തന്നെ ചൊവ്വ സൂര്യബന്ധം ചില സമയത്ത് വല്ലാതെ അവർ ബന്ധുക്കളാണ്. പക്ഷേ ചൊവ്വയുടേതായിട്ടുള്ള കുറേ പാപത്വം കൂടി ചേർന്ന് ആ ഭാവത്തിന് പാപത്വം വർദ്ധിപ്പിച്ച് നിൽക്കും. സൂര്യന് ചില സമയത്ത് പാപത്വം വർദ്ധിച്ച് നിൽക്കും എന്നുള്ളതാണ്. അത് ശനിയുടെയോ മറ്റേതെങ്കിലും ദൃഷ്ടിയോ മറ്റതൊക്കെ വരുമ്പോൾ, ആ രാഹുബന്ധോ അല്ലെങ്കിൽ അമാവാസി ചന്ദ്രനൊക്കെ വരുമ്പോൾ നന്നായി വർദ്ധിച്ച് നിൽക്കും. അല്ല ഗുരുദൃഷ്ടി വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അധികാരം കിട്ടുക ചെയ്യാം. ചൊവ്വ സൂര്യൻ്റെ കൂടെ ചേർന്ന്. പക്ഷെ ചൊവ്വനെ മൗഢ്യം ചെയ്യുന്നത് സൂര്യന് അത്ര, അതായത് ഓൾറെഡി സൂര്യൻ അധികാരിയാണ്. സൂര്യൻ എന്താണ്? അധികാരിയാണ്. സൂര്യനാണ് ഭരണകർത്താവ്, അധികാരമുള്ളവൻ. അധികാരമുള്ളവന് വേറൊരു അധികാരം, സൈന്യാധിപനെ പോലെ വേറൊരു അധികാരിയാണ് ആര്? ചൊവ്വ. അത് അയോധനാധികാരിയാണ് ചൊവ്വ, ഫിസിക്കലി അധികാരിയാണ്. മറ്റത് ഓർഡർ ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ള അധികാരിയാണ് സൂര്യൻ ബലം ചൊവ്വ ബലം വന്നു കഴിഞ്ഞാലൊക്കെ അദ്ദേഹം കമാൻഡിങ് മോഡിലാണ് നമ്മളോട് സംസാരിക്കുക. കമാൻഡറെ പോലെ അത് എടുത്തിട്ട് വാ എന്ന് പറയും, അത് എടുത്തു വരൂ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ വരൂ എന്ന് ചോദിക്കുക. അങ്ങനെ ഒരു അപേക്ഷാഭാവേ ഉണ്ടാവില്ല. കമാൻഡിങ് ഓർഡർ ആയിരിക്കും. സൂര്യന് ബലം വരുന്നത് ചൊവ്വയ്ക്ക് ബലം വരും. ഇപ്പോഴൊക്കെ സംഭവിക്കുക അങ്ങനെയാണ്. അപ്പോൾ അതും അത്ര വലിയ ശുഭത്വമല്ല. പക്ഷേ ശനിയുടെ അത്ര ദോഷമല്ല, ബദ്ധവൈരികളല്ല. പക്ഷേ അതേസമയം ഗുരുബന്ധം വന്നാൽ ശിവരാജയോഗം ചെയ്യും, നല്ലതായിരിക്കും. അത് നിൽക്കുന്നത് 10ാം ഭാവത്തിലേക്കാണെങ്കിൽ ദിഗ്ബലം ചെയ്ത് ദിഗ്ബലം ചെയ്ത് സൂര്യൻ പ്ലസ് ഗുരു യോഗം ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്. സൂര്യൻ്റെ ദശ വന്നു കഴിഞ്ഞാൽ അധികാരം കിട്ടും. സൂര്യൻ്റെ ദശ വന്ന് സൂര്യൻ ബലവാനായി, അതുപോലെ സൂര്യൻ്റെ ചിങ്ങരാശിയും ബലവാനായി, 10ാം ഭാവവും ബലമുണ്ട്, നല്ല ദശകളും ഉണ്ടെങ്കിൽ ഗവൺമെൻറ് ജോലി ഉറപ്പിച്ച് പറയാം. ഗവൺമെൻറ് അധികാരം ഉറപ്പിച്ച് പറയാം. അധികാരമുള്ള ഗവൺമെൻറ് ജോലി ഉറപ്പിച്ച് നമുക്ക് പറയാം. അതാണ് സൂര്യന് മൗഢ്യം ചെയ്യുന്നത്. അപ്പോൾ ശുക്രൻ്റെ കാര്യം പറഞ്ഞു. ശുക്രനും ബുധനും സൂര്യനും ഒന്നിച്ച് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ്, മിക്കവാറും കൂട്ടുഗ്രഹങ്ങൾ എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ശുക്രനും സൂര്യനും ബുധനും കൂടി ഒന്നിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ സൂര്യൻ്റെ ശക്തി വളരെ കൂടുതലായിരിക്കും. അദ്ദേഹം സൂര്യബലം വന്നു കഴിഞ്ഞാൽ എന്താ പഠിക്കുക? ഇലക്ട്രോണിക്സ്, അധികാരഭാവങ്ങൾ, അധികാരമുള്ള വിഷയങ്ങൾ, അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ്. അതായത് ഇലക്ട്രോണിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതൽ ശ്രദ്ധ. അതൊക്കെ ബലമുള്ള, അല്ലെങ്കിൽ മേജർ, അതായത് ഹയർ മാനേജർ പോലുള്ള പോസ്റ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ശ്രദ്ധ. എന്തായാലും സൂര്യനുമായി മറ്റ്
ഗ്രഹങ്ങളുടെ യോഗത്തെ മൗഢ്യം എന്ന് പറയുന്നു. ചന്ദ്രന് മൗഢ്യം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രനും രാഹുകേതുക്കൾക്കും മൗഢ്യമില്ല. ചന്ദ്രനുണ്ട്. ചന്ദ്രൻ എങ്ങനെയാണ്? ചന്ദ്രൻ സൂര്യൻ ത്രയോദശി മുതൽ മൗഢ്യമായി. ശരിക്കും ദശമി കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ ബലം കഴിഞ്ഞു. അതായത് പൗർണമി കഴിഞ്ഞ് വരുന്ന കറുത്ത പക്ഷ ദശമി വരെയാണ് ചന്ദ്രന് ബലമുള്ളൂ. ദശമി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദശമിയും ഏകാദശിയും ദ്വാദശിയും ചെറിയ രീതിയിൽ, അത് ദശമിക്ക് ശേഷം വരുന്ന കുറച്ച് വളരെ കുറഞ്ഞു. അതായത് പിന്നെ ചന്ദ്രൻ്റെ ബലം ഇല്ല എന്ന് തന്നെ പറയണം. ത്രയോദശി കഴിഞ്ഞാൽ ചന്ദ്രൻ കെട്ടുപോയി. പിന്നെ ആകാശത്ത് ചന്ദ്രനെ നമുക്ക് വളരെ സെക്കൻഡുകളെ കാണുള്ളൂ. ത്രയോദശി, ചതുർദശി, അമാവാസി, അത് കഴിഞ്ഞിട്ട് പ്രഥമ, ദ്വിതീയ, തൃതീയ. അപ്പം 3, 6, 7 ദിവസം. അതായത് ചന്ദ്രന് മൗഢ്യം തന്നെയാണ്. പൂർണ്ണമായിട്ട് ചന്ദ്രൻ ഉണ്ടാവില്ല. ചന്ദ്രന് 12 ഡിഗ്രിയാണ് മൗഢ്യം എന്ന് പറയുക. പക്ഷെ 12 ഡിഗ്രി അല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ത്രയോദശി മുതൽ അടുത്ത തൃതീയ വരെയുള്ള ചന്ദ്രന് ബലമേ ഇല്ല. ചതുർത്ഥി, പഞ്ചമി വരെ ശരിക്കും പൂർണ്ണമായിട്ട് ബലം പറഞ്ഞുകൂടാ. ചന്ദ്രന് തീരെ കിട്ടുമെന്ന് പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ത്രയോദശി മുതൽ തൃതീയ വരെ പൂർണ്ണമായും ചന്ദ്രൻ ആകാശത്ത് നമുക്ക് കാണാൻ, 3-ാം പിറയാണ് നമ്മൾ കാണുക. അത് മണിക്കൂറുകളേ ഉണ്ടാവുള്ളൂ. 1 മണിക്കൂറോ അത്രയും സമയത്തെ ആകാശത്ത് കാണുള്ളൂ, വളരെ കുറഞ്ഞ സമയം. പക്ഷെ 4-ാം പിറ അല്ലെങ്കിൽ 5-ാം പിറയ്ക്ക് ശേഷമാണ് ചന്ദ്രൻ്റെ ബലം. അപ്പോൾ ചന്ദ്രനുമായിട്ടുള്ള മൗഢ്യം എന്ന് പറയുന്നത് ഏകദേശം 7 ദിവസത്തോളം വരും എന്നുള്ളതാണ് സത്യം. ചന്ദ്രമൗഢ്യം 12 ഡിഗ്രി മാത്രമല്ല, അത് പ്രാക്ടിക്കലി അങ്ങനെ പറയുമെങ്കിലും അതല്ല എന്നുള്ളതാണ്. അപ്പോൾ ചന്ദ്രൻ്റെ മൗഢ്യം നന്നല്ല. രാഹുകേതുക്കളുടെ സൂര്യനുമായിട്ട് മൗഢ്യം ചെയ്യുന്നത് നന്നല്ല. അത് സൂര്യനെ നശിപ്പിക്കുക ചെയ്യും. ഈ ചന്ദ്രൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൗർണമിയായിട്ട് നിൽക്കുമ്പോൾ നമുക്കൊക്കെ മാതാവായിട്ട് നിൽക്കുകയും, ഒരു രൂപം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ചന്ദ്രൻ പൗർണമിയോടടുത്ത് നിൽക്കുന്ന സമയത്തൊക്കെ മാതാവാണ്. പക്ഷെ ചന്ദ്രൻ സൂര്യനോട് അടുക്കുന്ന സമയത്ത് മാതാവിൻ്റെ ഗുണങ്ങളൊന്നും ചന്ദ്രൻ ചെയ്യില്ല. അവിടെ ഭാര്യാധർമ്മം അനുഷ്ഠിക്കുന്നതാണ് ഒരു വെപ്പ്. അതായത് സൂര്യൻ ഭർത്താവും ചന്ദ്രൻ ഭാര്യ, അല്ലെങ്കിൽ ശിവനും പാർവതി എന്ന രൂപത്തിലാണ് അതിൻ്റെ സങ്കല്പം. അപ്പം ശിവനോടടുക്കുന്ന പാർവതിക്ക് പുത്രധർമ്മം മാതൃധർമ്മം ചെയ്തു കൊടുക്കാൻ കഴിയില്ല. അതിന് ഉപരി എന്താ ചെയ്യുന്ന, അവിടെ ഭർത്തൃധർമ്മം ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമുക്ക് ഫലം തരാൻ കഴിയാത്തതെന്നാണ് ഒരു വെപ്പ്. എന്തായാലും പ്രകാശമുള്ള, അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് ഏറ്റവും ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന പൗർണമിക്കാണ് എല്ലാ മക്കൾക്കും ഗുണം ചെയ്യുന്ന ഒരു പാർവതി ദേവി അല്ലെങ്കിൽ ഒരു ചന്ദ്രൻ നമുക്ക് കിട്ടുക. അപ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ കാര്യം പറഞ്ഞു. രാഹുകേതുക്കൾ സൂര്യനോട് ചേരാനേ പാടില്ല. സൂര്യൻ കെട്ടുപോകും. രാഹുകേതുക്കളല്ല കെട്ടുപോകുക, സൂര്യൻ ചത്തുപോകും, സൂര്യൻ നാശമായി പോകും. ഒരിക്കലും കയറാൻ പാടില്ല. ചന്ദ്രനോടും പാടില്ല. പ്രകാശഗ്രഹങ്ങളോട് രാഹുകേതുക്കൾ തമോഗ്രഹങ്ങൾ, തമസ്സല്ല, അവർ ശരിക്കും ഛായാഗ്രഹങ്ങളാണ്, തമോഗ്രഹങ്ങളല്ല. സൂര്യനും രാഹു കേതു ഛായാഗ്രഹങ്ങളാണ്. അപ്പോൾ ഛായാഗ്രഹങ്ങൾ ഒരിക്കലും പ്രകാശഗ്രഹങ്ങളായിട്ട് ചേർന്നൂടാ. തമോഗ്രഹങ്ങൾ ചേരുന്നതും ശനി ചേരുന്നതും നന്നല്ല. പക്ഷെ അതിനേക്കാൾ ദോഷമാണ് രാഹുകേതുക്കളുള്ളത്. കാര്യം സൂര്യനെ നശിച്ചു പോകും. ശനി ചേരുമ്പോൾ പിതാവിന് മാത്രമേ നാശം വരുള്ളൂ. ഒരുപക്ഷെ പിതൃദോഷം നന്നായി, പിതാവുമായിട്ടുള്ള മത്സരം വരും, അതായത് പിതാവുമായിട്ട് ചേർച്ചയില്ലായ്മ വരും. അപ്പോൾ സൂര്യനുമായിട്ടുള്ള മൗഢ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്.